Dear student, free consent in the second part ആണ് നമ്മൾ തുടങ്ങുന്നത്. ഇന്ന് സെക്കൻഡ് പാർട്ടിൽ നമ്മൾ കൊയേഷൻ ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അൺഡ്യൂ ഇൻഫ്ലുവൻസും ഫ്രോഡാണ്. നമുക്ക് നോക്കാം എന്താണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് ആൻഡ് ഫ്രോഡ്. വാട്ട് ഈസ് ആൻ അൺഡ്യൂ ഇൻഫ്ലുവൻസ്? അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഈ സെൻറ്റൻസ് പറയുന്നതിന് മുമ്പ് ഞാൻ എന്താണെന്ന് നിങ്ങൾക്കൊന്ന് വിശദമായി പറഞ്ഞു തരാം. അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ റിലേഷൻ, ഇതൊരു റിലേഷനാണ്. നമ്മൾക്ക് ഒരാളെ മുകളിൽ എന്തെങ്കിലും ഒരു പ്രത്യേക ഡോമിനേഷൻ പവർ ഉണ്ടെങ്കിൽ, ഇപ്പം അച്ഛന് മകൻ്റെ മുകളിൽ ഒരു ഡോമിനേഷൻ പവർ ഉണ്ട്, അധ്യാപകന് വിദ്യാർത്ഥികൾക്കിടയിൽ, പോലീസിന് ജനങ്ങളെ മേലെയുള്ള, അതുപോലെ തന്നെ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു ബന്ധം ഉണ്ടാവും. ആ ബന്ധത്തിൽ ഒരാൾക്ക് മറ്റാളുടെ മേലെ കൂടുതലൊരു സ്വാധീനം ഉണ്ടായിരിക്കും. ആ സ്വാധീനം ഉപയോഗിക്കുമ്പോൾ മറ്റു പാർട്ടികൾക്ക് നോ എന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മുടെ അമ്മയുടെ കയ്യിൽ 5000 രൂപ ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മളത് ചോദിക്കുമ്പോൾ അത് അമ്മയ്ക്ക് തരാതിരിക്കാൻ ചില സന്ദർഭങ്ങളിൽ പറ്റില്ല. അപ്പോൾ അമ്മയും മകനുള്ള റിലേഷനുള്ള ആ ഡോമിനേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആ കാര്യം നേടിയെടുക്കുക. അതിനെ പറയുന്ന പേരാണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ചില അച്ഛനമ്മമാർ മക്കൾ പൈസ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഉള്ളിൽ ഒരിക്കലും കൊടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായില്ല. പക്ഷേ ഒരൊറ്റ മകനാണെങ്കിൽ അവന് കൂടുതൽ വാത്സല്യത്തോടെ വളർത്തിയതൊക്കെ ആണെങ്കിൽ അവൻ എന്ത് ചെയ്യും, ആ ഒരു സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അവൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ആ സ്വാധീനം ഉപയോഗപ്പെടുത്തുന്നു. അത്തരത്തിലുള്ള ഉപയോഗപ്പെടുത്തലാണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി അത് എങ്ങനെയാണ് ഒരു എഗ്രിമെൻറ്റിൽ വരിക? എഗ്രിമെൻറ്റിൽ അങ്ങനെ തന്നെയാണ് വരുന്നത്. ഇവിടെ നോക്കുക, എ കോൺട്രാക്ട് ഈസ് സെഡ് ടു ബി ഇൻഡ്യൂസ്ഡ് ബൈ, ഒരു കോൺട്രാക്ട് ഇൻഡ്യൂസ് ചെയ്യപ്പെട്ടു, സ്വാധീനിക്കപ്പെട്ടു എന്ത് മുഖേന? അൺഡ്യൂ ഇൻഫ്ലുവൻസ് മുഖേന. അപ്പോൾ എന്താണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ്? വേർ ദ റിലേഷൻ സബ്സിസ്റ്റിംഗ് ദ പാർട്ടീസ്. കണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ പാർട്ടികൾക്കിടയിലുള്ള റിലേഷൻഷിപ്പ് ആർ സച്ച് ദാറ്റ് വൺ ഓഫ് ദ പാർട്ടീസ്, അതിൽ ഒരു പാർട്ടിക്ക് ഈസ് ഇൻ എ പൊസിഷൻ ടു ഡോമിനേറ്റ്, അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ഡോമിനേറ്റ് ചെയ്യാൻ പറ്റും ദ വിൽ ഓഫ് അതർ, മറ്റു പാർട്ടിയുടെ താല്പര്യമോ അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തെ ഡോമിനേറ്റ് ചെയ്തിട്ട് ആ പൊസിഷൻ, അദ്ദേഹത്തിൻ്റെ ആ ഡോമിനേഷൻ പൊസിഷൻ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? അയാൾക്ക് അനുകൂലമായിട്ട് കരാറിൽ ഒപ്പിടിപ്പിക്കുന്നു. ഇപ്പോൾ ഒരു വീടുണ്ട് വിചാരിക്കുക, 3 മക്കൾ, അതിലൊരു സിസ്റ്റർ ഉണ്ട് വിചാരിക്കുക. അപ്പോൾ പാർട്ടീഷൻ കഴിഞ്ഞു വിചാരിക്കുക. പാർട്ടീഷൻ കഴിഞ്ഞ ടൈമിൽ പെങ്ങൾക്ക് കുറച്ച് സ്ഥലം കിട്ടി. പക്ഷേ ആങ്ങളയ്ക്ക് അത് വളരെ ഇഷ്ടപ്പെട്ടൊരു സ്ഥലമായിരുന്നു. പക്ഷെ പെങ്ങൾക്കാണ് പാരൻ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പെങ്ങളും ആങ്ങളും നല്ല ഒരു റിലേഷൻ ആണെങ്കിൽ, അതിൽ ആങ്ങൾക്കാണ് കൂടുതൽ സ്വാധീനം ഉണ്ടെങ്കിൽ ആങ്ങളെ പറയാണ് പെങ്ങളോട്, ആ സ്ഥലം എനിക്ക് തരണം, അതിനുള്ള പൈസ ഞാൻ തരാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെന്ത് ചെയ്യുന്നു? അപ്പോൾ ആ സ്നേഹത്തിൻ്റെ മുന്നിൽ പെങ്ങൾക്ക് അത് തരാതെക്കാനും പറ്റില്ല, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ കൊടുക്കണം താല്പര്യവും ഉണ്ടാവില്ല. അപ്പോൾ ആ സ്വാധീനത്തിന് നമ്മൾ പറയുന്നത് അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വാങ്ങുന്നതാണ്. ഞാൻ വേറൊരു സെൻറ്റൻസ് എഴുതിയിട്ടുണ്ട് ഇവിടെ, ദ ഡോമിനേഷൻ ഓഫ് എ സ്ട്രോങ് മൈൻഡ് ഓവർ എ വീക്ക് മൈൻഡ്. ഒരു വീക്ക് മൈൻഡിൻ്റെ മേലെ ഒരു സ്ട്രോങ് മൈൻഡിനുള്ള സ്വാധീനത്തെ നമുക്ക് അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറയാം. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് വാട്ട് യു മീൻ ബൈ അൺഡ്യൂ ഇൻഫ്ലുവൻസ്. ഓക്കെ, അപ്പോൾ ചില ആളുകൾക്ക് ചില വ്യക്തികളുടെ മേൽ ചില സ്വാധീനം ഉണ്ടാവും. ആ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് കരാറിൽ ഏർപ്പെടുപ്പിക്കുന്നതിന് നമ്മൾ എന്ത് പറയുക? അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറയാം. ഇനി ഇന്ത്യൻ കോൺട്രാക്റ്റിൽ ഇതിൻ്റെ ലീഗൽ എഫക്ട്സ് എന്താണ്? കൊയേഷൻ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും വലുത് ഇതൊരു വോയിഡബിൾ കോൺട്രാക്റ്റ് ആണ്. കുറച്ച് കഴിഞ്ഞ ശേഷം അതിലെ അൺഡ്യൂ ഇൻഫ്ലുവൻസിന് വിധേയമായിട്ടുള്ള വ്യക്തി പറയുകയാണ്, ഇന്ന് ഇങ്ങനെ ഒരു ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് ഈ കരാറിൽ ഒപ്പിടിപ്പിച്ചെന്ന് അദ്ദേഹം കോർട്ടിൽ പോവുകയാണെങ്കിൽ കോർട്ട് അവർക്ക് അനുകൂലമായിട്ട് വിധിക്കും. അതോടെ കോൺട്രാക്റ്റ് എന്തായി മാറും? വോയിഡ് ആയിട്ട് മാറും. ഇനി അത് കുഴപ്പമില്ലാതെ അയാൾ കീപ്പിംഗ് സൈലൻസ് ആണെങ്കിൽ ആ കോൺട്രാക്റ്റ് വാലിഡ് ആയി തുടരുകയും ചെയ്യുന്നു. ഇത് പ്രതിപാദിക്കുന്നത് സെക്ഷൻ 19 പ്രകാരമാണ്, 19A. ഇവിടെ നോക്കൂ, വെൻ ദ കൺസെന്റ് ടു ആൻ അഗ്രിമെന്റ് ഈസ് കോസ്ഡ് ബൈ അൺഡ്യൂ ഇൻഫ്ലുവൻസ്, ദ അഗ്രിമെന്റ് ഈസ് എ കോൺട്രാക്ട് ഈസ് വോയിഡബിൾ അറ്റ് ദ ഓപ്ഷൻ ഓഫ് ദ പാർട്ടി ഹൂസ് കൺസെന്റ് വാസ് സോ കോസ്ഡ്. നമ്മൾ പറഞ്ഞ അതുപോലെ തന്നെയാണ് അല്ലേ? ഈ രീതിയിലാണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് പ്രകാരമാണ് ഒരാളുടെ സമ്മതം നേടിയിട്ടുണ്ടെങ്കിൽ അത് വോയിഡബിൾ കോൺട്രാക്റ്റ് ആണ്. അദ്ദേഹം മിണ്ടാതിരിക്കുകയാണ് അത് വാലിഡും, അയാൾ കോർട്ടിൽ കേസ് ഫയൽ ചെയ്താൽ അത് വോയിഡ് ആവും പറയുന്നു. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു പ്രിസംഷൻ ഓഫ് ഡോമിനേഷൻ ഓഫ് വില്ല്. എങ്ങനെയാണ് നമ്മൾ ഈ ഡോമിനേഷൻ വില്ലിൻ്റെ മേലെ, അദ്ദേഹത്തിൻ്റെ താല്പര്യം, അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിൻ്റെ മേലെ ഡോമിനേറ്റ് ചെയ്യുന്നത്? വേർ വൺ പാർട്ടി ഹോൾഡ്സ് എ റിയൽ ഓർ അപ്പാരൻ്റ് അതോറിറ്റി ഓവർ ദ അതർ. അപ്പോൾ ഒരു വ്യക്തിക്ക് മറ്റാളെ മേൽ എന്തായാലും ശക്തമായ ഒരു അധികാരമുണ്ടാവും ഒന്നുകിൽ അത് ഉപയോഗിക്കാൻ. രണ്ടാമത് പറയുന്നത് വേർ വൺ പാർട്ടി സ്റ്റാൻഡ്സ് ഇൻ എ ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് ടു ദ ഓവർ, അല്ലെങ്കിൽ അവർക്ക് തമ്മിലിടയിലുള്ള റിലേഷൻ ഫിഡ്യൂഷ്യറിയാണ്. എന്താണ് ഈ ഫിഡ്യൂഷ്യറി റിലേഷൻ എന്ന് പറഞ്ഞാൽ?
ആ ഫാദർ, മദർ, സിസ്റ്റർ, ബ്രദർ, ഏജൻറ്റ്, പ്രിൻസിപ്പാള്, അത്തരത്തിലുള്ള റിലേഷന്, അതായത് എപ്പോഴും നമ്മൾ അവരെ അനുസരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു റിലേഷനെ നമ്മൾ ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോഴാകുമ്പോഴും ഇപ്പോൾ ജ്യേഷ്ഠ അനിയന്മാരുണ്ടെങ്കിൽ ജ്യേഷ്ഠനെ എല്ലാ കാര്യങ്ങളും അനുസരിക്കുന്ന ഒരു അനിയനാണെങ്കിൽ ജ്യേഷ്ഠന് അനുകൂലമായിട്ട് ചിലപ്പോൾ കരാറിൽ അനിയനെ ഉപയോഗിക്കപ്പെടുത്താം ഈ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ചിട്ട്. ആണ് ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പും. മൂന്നാമത് പറഞ്ഞത് വേർ വൺ പാർട്ടി മേക്സ് എ കോൺട്രാക്ട് വിത്ത് ദ അതർ ഹൂ ഈസ് ഇൻ എ മെൻ്റൽ ഡിസ്ട്രസ്. ഇനി അനിയനോ അല്ലെങ്കിൽ ഇങ്ങനത്തെ പാർട്ടികൾ ഒരാൾക്ക് മെൻ്റൽ ഡിസ്ട്രസ് ഉണ്ടെങ്കിലും അയാൾ ഈ അൺഡ്യൂ ഇൻഫ്ലുവൻസിലൂടെ, ചില ആളുകൾക്ക് ഉണ്ടായിരിക്കില്ല, ചില ആളുകളുടെ ഭയങ്കര ഭക്തി, ഭയങ്കര സ്നേഹം, അപ്പോൾ അയാൾ എന്ത് പറഞ്ഞാലും അത് ചെയ്യുക. ഇനി സ്വന്തം താല്പര്യങ്ങൾക്ക് എതിരാണെങ്കിലും നമ്മളെ ബഹുമാനിക്കുന്ന ആളെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കൃത്യമായി മനസ്സിലാക്കണം നമ്മളെ വീക്കർ പോയിന്റിനെ മറ്റുള്ള മിസ്യൂസ് ചെയ്യുന്നതാണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. നെക്സ്റ്റ്, അപ്പോൾ നമുക്കൊരു ഡൗട്ട് വന്നു, കൊയേഷനും അൺഡ്യൂ ഇൻഫ്ലുവൻസ് തമ്മിൽ ഡിഫറൻസ് എന്താണ്? കൊയേഷൻ എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് സിമ്പിളായിട്ട് പറയണം. കൊയേഷന് നല്ല ഭീഷണിപ്പെടുത്തിയിട്ട് വാങ്ങുക, ഒരാളത്ത് നിന്ന് കാര്യം സാധിക്കുക. അൺഡ്യൂ ഇൻഫ്ലുവൻസ് പറഞ്ഞാൽ സ്നേഹത്തോടെ പറ്റിക്കുക. അതാണ് രണ്ട് നമ്മൾ ഡിഫറൻസ്. 6 ഡിഫറൻസ് ഉണ്ട്. ഇവിടെ നോ ഫ്രീ കൺസെൻറ്റ്, ഇവിടെയും നോ ഫ്രീ, രണ്ടാളും ഉള്ളിൽ താല്പര്യം ഉണ്ടായിട്ടല്ല സൈൻ ചെയ്യുന്നത്. രണ്ടാമത് പറയുന്നത് കോൺട്രാക്ട് ഈസ് വോയിഡബിൾ അറ്റ് ദ ഓപ്ഷൻ ഓഫ് ദ പാർട്ടീസ് ഹൂസ് കൺസെൻറ്റ് വാസ് ഒബ്റ്റെയിൻഡ് ബൈ കൊയേഷൻ. ഇവിടെ ഈ 2 കോൺട്രാക്റ്റും വോയിഡബിൾ ആണ്. മൂന്നാമത് പറയുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പാർട്ടീസ് ഇമ്മെറ്റീരിയൽ. ഇത് തമ്മിൽ ബന്ധമുള്ള ആളാകണം എന്നില്ല, കൊയേഷനിൽ ബന്ധമില്ലാത്ത ആളാകാം. പക്ഷേ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഈ 2 വ്യക്തികളും പരസ്പരം ബന്ധമുള്ളവരാവാം. പിന്നെ പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ഇനീഷ്യേറ്റഡ് ഓർ എംപ്ലോയ്ഡ് അഗെയിൻസ്റ്റ് ഈവൻ എ സ്ട്രേഞ്ചർ. കൊയേഷൻ നമ്മൾക്ക് ഒരു തേർഡ് പാർട്ടിക്ക് ചെയ്യാം. ഒരിക്കലും കൊയേഷൻ ഒരു അൺഡ്യൂ ഇൻഫ്ലുവൻസ് നമുക്കൊരു തേർഡ് പാർട്ടിക്ക് ചെയ്യാനേ പറ്റില്ല. പിന്നെ പറയുന്നത് ദ കണ്ടന്റ് ഈസ് ഒബ്റ്റെയിൻഡ് ഓർ കമ്മിറ്റിംഗ് ഓർ ത്രെട്ടനിങ് ഓർ ത്രെട്ടനിങ് ടു ഡിറ്റെയിൻ ദ പ്രോപ്പർട്ടി ഓർ ടു കമ്മിറ്റ് ആൻ ആക്ട് ഫോർബിഡൻ ബൈ ദ IPC. അതായത് ഇന്ത്യൻ IPC ബാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കൺസെൻറ്റ് ഇവിടെ വാങ്ങുന്നത്. ഇവിടെ കൺസെൻറ്റ് ഒരിക്കലും ബാൻ ചെയ്ത കാര്യങ്ങൾ കൊണ്ടല്ല, ഡോമിനേഷൻ പവർ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വില്ല് നമ്മൾ നേടുന്നതാണ് അൺഫെയർ പ്രാക്ടീസിന് വേണ്ടിയിട്ട്. പിന്നെ പറയുന്നത് ഫോഴ്സ് ഈസ് യൂസ്ഡ് ഫോർ ഫിസിക്കൽ നേച്ചർ. ഇവിടെ ശാരീരികമായിട്ട് ഫോഴ്സ് ഉപയോഗിക്കും, ഇവിടെ മോറൽ നാച്ചുറൽ നമ്മൾ മെൻ്റൽ കണ്ടീഷനെ ബാധിക്കും. അപ്പോൾ വളരെ സിമ്പിളാണ്. കൊയേഷനെ നമ്മളെ ശാരീരികമായി വേദനിപ്പിക്കുന്നു, ഉപദ്രവിക്കുന്നു, ഇവിടെ മാനസികമായിട്ട് നമ്മളെ തളർത്തിയിട്ട് നമ്മളെ കാര്യം അവർ നേടിക്കൊണ്ടുപോകും. അതാണ് കൊയേഷനും അൺഡ്യൂ ഇൻഫ്ലുവൻസ് നമ്മുടെ ഡിഫറൻസ്. ഇനി നമ്മൾ നേരിട്ട് ഫ്രോഡിലേക്ക് പോവുകയാണ്. ഫ്രോഡ് എന്താണെന്നുള്ള ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. ഫ്രോഡ് എന്ന് പറഞ്ഞാൽ ഫ്രോഡ് മീൻസ് ഇൻറ്റൻഷണൽ. ഈ വേർഡ് ഓർക്കണം, മനഃപൂർവ്വം, കരുതി കൂട്ടിയിട്ട്, നമുക്ക് അറിഞ്ഞുകൊണ്ട്, ഇൻറ്റൻഷനലി or willful representation of a fact when the wrong representation made by a party with the intention to deceive. വളരെ ഇമ്പോർട്ടൻ്റ് ഒരു വേർഡാണ് ഈ ഡിസീവ് എന്ന് പറയുന്നത്. ഒരാളെ ചതിക്കുക എന്ന ഉദ്ദേശത്തില് അതാണ് പറയുന്നത് വിത്ത് intention to deceive the other party or to cause him to enter into a contract, it is said to be a fraud. അപ്പോൾ ഒരാളെ ചതിക്കണമെന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് ഒരാളെ ഒരു കോൺട്രാക്റ്റിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള പ്രവൃത്തിയെ നമുക്ക് ഫ്രോഡ് എന്ന് വിളിക്കാം. ഫ്രോഡ് മീൻസ് ഇൻറ്റൻഷണൽ, മനഃപൂർവ്വം, മുൻകൂട്ടി കരുതിയിട്ട്. അത് തെറ്റായിരിക്കും, അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ആ കോൺട്രാക്റ്റിലേക്ക് കൊണ്ടുവരണം, അതിന് അദ്ദേഹത്തിനെ പ്രലോഭിപ്പിച്ചുകൊണ്ട് ഏത് തരത്തിലുള്ള പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും അതിനെ ഫ്രോഡ് എന്ന് വിളിക്കാം. നോക്കുക, നമ്മൾ കൊയേഷൻ എന്ന് പറഞ്ഞെങ്കിൽ കൊണ്ടുവരാൻ അദ്ദേഹം ഫിസിക്കൽ ഫോഴ്സ് ഉപയോഗിക്കുന്നു. അൺഡ്യൂ ഇൻഫ്ലുവൻസ് പറഞ്ഞ സ്നേഹത്തിൻ്റെ ഭാഷയിൽ ചതിക്കുന്നു. എന്നാൽ ഫ്രോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ശരിക്കും നമ്മൾക്കറിയാം അത് തെറ്റാണെന്ന്, എന്നിട്ട് പോലും അദ്ദേഹത്തിന് ആ കോൺട്രാക്റ്റിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നതാണ് എന്ത്, ഫ്രോഡ്. അതാണ് ഇൻറ്റൻഷനലി നമ്മൾ ഡിസീവ് എന്ന വേർഡ് നിങ്ങൾ നിർബന്ധമായിട്ടും ഉത്തരത്തിൽ വേണം. ഇനി നോക്കുക, എന്തെല്ലാമാണ് ഒരു ഫ്രോഡ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ 5 നിങ്ങൾ ഫ്രോഡിൻ്റെ ഉത്തരം എഴുതുമ്പോൾ പറയണം. ഇതൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പരിഗണിക്കാം. ദ സജഷൻ ആസ് എ ഫാക്ട് ഓഫ് വിച്ച് ഈസ് നോട്ട് ട്രൂ ബൈ വൺ ഹു ഡസൻറ്റ് നോട്ട് ബിലീവ് ഇറ്റ് ഈസ് ടു ബി ട്രൂ. അതായത് നമ്മൾ ഒരാളെ ഒരു കാര്യത്തേക്ക് സജസ്റ്റ് ചെയ്യുക, നിങ്ങളത് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട്, പക്ഷേ യഥാർത്ഥത്തിൽ അതെന്തല്ല, കറക്റ്റല്ല. ആ കാര്യം നമുക്കറിയാം, അറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്ത് ചെയ്യുക, ഒരു ചീത്ത കാര്യത്തിലേക്ക് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുക, ചതിക്കുക എന്നത്. ഇപ്പം നമ്മളൊരു പ്രോഡക്റ്റ് വിൽക്കുകയാണ്, ആ പ്രോഡക്റ്റ് വിൽക്കുമ്പോൾ നമ്മൾ എത്ര ക്വാളിറ്റി ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് വിൽക്കുന്നത്. യഥാർത്ഥത്തിൽ ആ ക്വാളിറ്റി ഇല്ല, നമ്മൾക്കറിയാം, അറിഞ്ഞുകൊണ്ട് നമ്മൾ ആ പ്രോഡക്റ്റ് അദ്ദേഹത്തിന് സജസ്റ്റ് ചെയ്യുന്നു. അതാണ് ഒന്നാമത്, അതൊരു ഫ്രോഡിസമാണ്. രണ്ടാമത് ആക്റ്റീവ് കൺസീൽമെൻറ്റ് ഓഫ് എ ഫാക്റ്റ് വൺ
ബൈ വൺ ഹാവിങ് ദ നോളജ് ഓർ ബിലീഫ് ഓഫ് ദ ഫാക്റ്റ്. അതായത് അറിഞ്ഞുകൊണ്ട് നമ്മൾ കൺസീൽ ചെയ്യുക, മറച്ചു വെക്കുക ചില കാര്യങ്ങൾ. നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഇൻവെർട്ടറിൻ്റെ ആവശ്യമായ ബാറ്ററി നമ്മൾ വാങ്ങാൻ പോവുകയാണ്. അപ്പോൾ ബാറ്ററിക്ക് 3 മണിക്കൂർ ബാക്കപ്പ് ഉണ്ടെന്ന് പറയണം, ശരിക്കും 1.5 മണിക്കൂറുള്ളൂ. അപ്പോൾ ആ ഫാക്റ്റ് നമ്മൾ അറിഞ്ഞുകൊണ്ട് അത് കൺസീൽ ചെയ്യുക. ഓക്കെ. മൂന്നാമത് പറയുന്നത് എ പ്രോമിസ് മെയ്ഡ് വിത്തൗട്ട് എനി ഇൻറ്റൻഷൻ ഓഫ് പെർഫോമിങ് ഇറ്റ്. നമ്മളൊരാൾക്കൊരു പ്രോമിസ് കൊടുക്കുകയാണ്, പക്ഷെ നമ്മൾക്ക് 100% ഉറപ്പുണ്ട് നമ്മൾ ആ പ്രോമിസ് നമ്മളൊരിക്കലും പെർഫോം ചെയ്യില്ല. അപ്പോൾ അത് ഫ്രോഡിസമാണ്. നമ്മൾ പറയുകയാണെങ്കിൽ ഞങ്ങൾ എൻ്റെ പ്രൊഡക്റ്റ് മേടിച്ചോളൂ 1 ഇയറിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് എന്നാൽ ഇത് റീപ്ലേസ് ചെയ്യുക. നമ്മൾ ഒരിക്കലും റീപ്ലേസ് ചെയ്ത് കൊടുക്കുക നമ്മൾക്കറിയാം. നമുക്ക് എങ്ങനെയെങ്കിലും ആ പ്രൊഡക്റ്റ് പോയാൽ മതി. അപ്പോൾ അതും നമ്മുടെ പാർട്ട് പെർഫോം ചെയ്യില്ല നമ്മൾ ഉറപ്പിച്ചിട്ട് നമ്മൾ പ്രൊഡക്റ്റ് വിൽക്കുകയാണെങ്കിൽ അതും ഫ്രോഡ് തന്നെയാണ്. പിന്നെ എനി ആക്ട് ദാറ്റ് ഫിറ്റഡ് ടു ഡിസീവ്, ഏത് തരത്തിലുള്ള പ്രവൃത്തിയും ചെയ്യണം നമ്മളെ ഉദ്ദേശം എന്താണ് അയാളെ ചതിക്കുക എന്നതാണെങ്കിലും അതും ഫ്രോഡാണ്. എനി സച്ച് ആക്ട് ഓർ ഒമിഷൻ ആസ് ദ ലോ സ്പെഷ്യലി ഡിക്ലെയർ ടു ബി ഫ്രോഡുലൻറ്റ്. അതുപോലെ നമ്മുടെ രാജ്യത്ത് ഏതെങ്കിലും ഒരു നിയമം അത് ഏതൊരു പ്രവൃത്തിയെയും ഫ്രോഡാണെന്ന് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രവൃത്തി നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് ഫ്രോഡായിട്ട് പരിഗണിക്കും. അപ്പോൾ ഈ 5 ക്യാരക്ടറിസ്റ്റിക് പഠിക്കണം. ഒരാളെ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ചതിക്കുന്നതിനെയാണ് നമ്മൾ ഫ്രോഡ് എന്ന് വിളിക്കുന്നത്. ഇനി പറയുന്നത് മിയർ സൈലൻസ് ഈസ് നോ ഫ്രോഡ്. വാട്ട് ആർ ദ എക്സെപ്ഷൻ ടു ദിസ്? ഇത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം പഠിക്കുമ്പോൾ. സൈലൻസ് എന്ന് പറയുന്നത് ഫ്രോഡാണോ? എന്നാൽ ഇതിൽ എക്സെപ്ഷൻസുകളുണ്ടോ? നമ്മളിപ്പോൾ ഒരു കാര്യം മിണ്ടാതിരിക്കുകയാണ്, അറിഞ്ഞുകൊണ്ട് മിണ്ടാതിരിക്കുന്നത് ഫ്രോഡാണ്. എന്നാൽ ചില കേസുകളിൽ അറിഞ്ഞുകൊണ്ട് മിണ്ടാതിരിക്കുന്നത് ഫ്രോഡല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയയിൽ പഠിക്കേണ്ടത്, ചില കേസുകളിൽ നമ്മളെ മിണ്ടാതിരുന്നാൽ അത് ഫ്രോഡല്ല, ചില കേസുകളിൽ നമ്മളെ മിണ്ടാതിരുന്നാൽ അത് ഫ്രോഡാണ്. അപ്പോൾ ആദ്യം പറയുന്നത് മിണ്ടാതിരുന്നാൽ ഫ്രോഡല്ലാത്ത കേസാണ്. അതാണ് പറഞ്ഞത് മിയർ സൈലൻസ് നോ ഫ്രോഡ് എന്ന്. അതെന്താ നമ്മുടെ ഒരു എക്സാമ്പിൾ അടക്കം പറയുന്നുണ്ട്. അക്കോർഡിംഗ് ടു സെക്ഷൻ 17 ഓഫ് ദ കോൺട്രാക്ട് ആക്ട്, മിയർ സൈലൻസ് ആസ് ടു facts likely to affect the willingness of a person to enter into a contract is not fraud. ഒരാൾ മിണ്ടാതിരുന്നു, ആ മിണ്ടാതിരുന്നത് കൊണ്ട് മറ്റേ ആൾ എന്ത് ചെയ്തു, ആ ഒരു ഭാഗം അയാൾ ചില കോൺട്രാക്റ്റിന് ചില ഭാഗങ്ങൾ പറയാനുണ്ടായിരിക്കും എൻട്രി ചെയ്യുന്നതിന് മുമ്പ്, അത് പറയാതിരുന്നു. പക്ഷേ നമ്മുടെ പാർട്ടി ഇതിൽ എൻട്രി ചെയ്തൊന്നും അറിയാതെ, പക്ഷെ അത് ഫ്രോഡ് അല്ല എന്നാണ് പറയുന്നത്. അതിന് എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. ഇഫ് എക്സ് സെൽസ് ബൈ ഓപ്ഷൻ ടു എ ഹൗസ്, അതായത് എക്സ് എന്ന് പറയുന്ന ആൾ ഒരു ഓപ്ഷനിലൂടെ, എന്താ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേലത്തിലൂടെ ഒരു കുതിരയെ ആർക്ക് വിറ്റു, വൈകിന് വിറ്റു. വിച്ച് എക്സ് നോസ് ടു ബി അൺസൗണ്ട്, പക്ഷെ എക്സിന് അറിയാം ഇത് അത്ര നല്ല കുതിരയല്ല, സൗണ്ട് അല്ല ഈ കുതിര എന്നറിയാം, നല്ല കുതിരയല്ല, പെർഫോം ചെയ്യുന്ന കുതിരയല്ല എന്നറിയാം. എക്സ് സേസ് നത്തിങ് ടു വൈ, എക്സ് ഇതിനെ കുറിച്ചിട്ട് ഒന്നും വൈകിനോട് പറഞ്ഞില്ല. ആൻഡ് അബൌട്ട് ദ അൺസൗണ്ട്നെസ് ഓഫ് ദ ഹോസിൻ്റെ ഈ കഴിവില്ലായ്മ അല്ലെങ്കിൽ ഈ കഴിവില്ലായ്മയെക്കുറിച്ച് ഒരിക്കലും പറഞ്ഞു കൊടുത്തില്ല. ഇവിടെ സൗണ്ട്നെസ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ അറിയാം, ഹെൽത്തിനാണ് പറയുന്നത് അല്ലേ, ബുദ്ധിപരവും ശാരീരികവുമായിട്ടുള്ള ഹെൽത്തിനെയാണ് ഇവിടെ പറയുന്നത്. കുതിരയ്ക്ക് അത് ഇല്ല, പക്ഷേ എക്സ് ഇത് വൈകിനോട് പറഞ്ഞിട്ടില്ല. ഹിയർ എക്സ് കമ്മിറ്റ്സ് നോ ഫ്രോഡ്, പക്ഷെ ഇവിടെ എക്സ് ഒരു ഫ്രോഡും ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഇൻ കേസ് അതിനെ അയാളെ രക്ഷിക്കുന്ന ഒരു ഓപ്ഷനാണ് കാവേറ്റ് എംപ്റ്റർ എന്ന് പറയുന്നൊരു റൂളാണ് അദ്ദേഹത്തിനെ സഹായിക്കുന്നത്. ഈ കാവേറ്റ് എംപ്റ്റർ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങുന്ന പ്രൊഡക്റ്റ് നല്ലതാണോ ചീത്തയാണോ നോക്കുന്നത് വാങ്ങുന്നവൻ്റെ ഉത്തരവാദിത്തമാണ്, അല്ലാതെ വിൽക്കുന്നവൻ്റെ ഉത്തരവാദിത്തമല്ല എന്ന് ഇന്ത്യയിലൊരു ആക്ട് ഉണ്ട്. അതുകൊണ്ടാണ് ഇൻ ദിസ് കേസ് കാവേറ്റ് എംപ്റ്റർ എന്ന് പറയുന്ന റൂളാണ് സഹായിച്ചത്. അതിൻ്റെ ഒരു ഡെഫിനിഷനായിട്ട് പറയുന്നത് ലെറ്റ് ദ പർച്ചേസർ ബി വെയർ എന്നാണ് പറയുന്നത്. വാങ്ങുന്നവൻ സൂക്ഷിക്കുക, വിൽക്കുന്നവനല്ല നോക്കേണ്ടത്. സോ ദ റൂൾ ഈസ് അപ്ലിക്കബിൾ ടു ദ കോൺട്രാക്ട്, ഈ കോൺട്രാക്ട് ഇതിന് അപ്ലിക്കബിൾ ആണ്. പക്ഷേ ഞാനൊരു കാര്യം പറയാം, ഇന്ന് ഇന്ത്യയിൽ 1986 ശേഷം ഈ റൂൾ ഇന്ത്യയിൽ മാറ്റിയിട്ടുണ്ട്. ഇത് കാവേറ്റ് എംപ്റ്ററിന് പകരം കാവേറ്റ് വെൻഡർ ആക്കിയിട്ടുണ്ട്. കാവേറ്റ് വെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൽക്കുന്നവനാണ് ബിവെയർ ആവേണ്ടത്, അതായത് കസ്റ്റമറിന് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തതിൻ്റെ പ്ലസ് പോയിന്റും അതുപോലെ തന്നെ നെഗറ്റീവ് സൈഡും പറഞ്ഞു കൊടുക്കേണ്ടത് കസ്റ്റമറിന് ആരുടെ ഉത്തരവാദിത്തമാണ്, വിൽക്കുന്നവൻ്റെ ഉത്തരവാദിത്തമാണ്. ഇന്നാണ് ഈ കോൺട്രാക്റ്റ് എങ്കിൽ ഇവിടെ എക്സെപ്ഷൻസ് കിട്ടില്ല. ക്ലിയർ? ഇതിൽ വേറൊരു ഉദാഹരണം കൂടിയുണ്ട്. ഇപ്പോൾ
നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുകയാണ്. ആ വാങ്ങുമ്പോൾ പ്രസൻറ്റിൽ അതിൽ നല്ല വിലയുണ്ടെന്ന് വിചാരിച്ചോ, നമ്മളത് വാങ്ങുകയാണ്. പക്ഷെ ഭാവിയിൽ അതിൻ്റെ വില കുറയാൻ സാധ്യതയുണ്ട് എന്ന് വിൽക്കുന്നവൻ അറിയാം, പക്ഷേ അയാളത് പറയുന്നില്ല. അയാൾക്കറിയാം 2 മാസം കഴിഞ്ഞ് ഇതിൻ്റെ വില ഇടിഞ്ഞു പോകും എന്നുമെങ്കിൽ വാങ്ങുന്നവൻ 2 മാസം കഴിഞ്ഞ് ലോസ് ആയിരിക്കും ഉണ്ടാകുക. അപ്പോൾ അത് അയാൾ മിണ്ടാതിരുന്നാലും അവിടെ സൈലൻസ് ഇസ് നോട്ട് ഫ്രോഡ്. ഓക്കെ, ഈ 2 എക്സാമ്പിളുകളും അതിനെടുക്കുക. ഇതൊക്കെ ക്യാവേറ്റ് വെൻഡർ വന്നതോടെ ഇതിന് കുറച്ച് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. കുറച്ച് മാറ്റമല്ല, അത് കോടതിയിൽ വാദിക്കുകയേ വേണ്ടി വരും, എന്നാൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇനി ആ എക്സെപ്ഷണൽ കേസ്, അതായത് നമ്മൾ സൈലൻ്റ് ആയി നിന്നത് ഫ്രോഡായിട്ട് തന്നെ പരിഗണിക്കും. അത് ഏതെല്ലാം കേസാണ് നോക്കാം. There are the circumstances created a duty on the part of the person keeping silence to speak. The duty to speak arises in the following circumstances. മിണ്ടാതെ ഇരിക്കുന്നത് മിണ്ടുന്നതിന് തുല്യമാണ് എന്ന രീതിയിലൊരു ഡ്യൂട്ടി കൂടി നമ്മൾക്കുണ്ട്. അതാണ് പറഞ്ഞത്. ബട്ട് ദർ ആർ 2 exceptions to the rule where silence also amount to fraud. അതായത് നിങ്ങൾ മിണ്ടാതിരിക്കുന്നത് എന്തിനു തുല്യമാണ്? ഫ്രോഡിന് തുല്യമാണ്. അങ്ങനെ 2 കേസുകൾ പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ കേസാണ് where the circumstance create a duty on the part of the person keeping silence to speak. The duty to speak arises the following circumstance. ചില സന്ദർഭങ്ങളിൽ നമ്മൾ എന്തായിരിക്കണം, ചില കോൺട്രാക്റ്റുകളിൽ നമ്മൾ സൈലൻ്റ് ആകരുത്, കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്നാണ് പറയുന്നത്. അത് 2 കാര്യങ്ങളാണ്. ഏതൊക്കെ കാര്യങ്ങൾ? ഒന്ന്, ദ കോൺട്രാക്റ്റ് ഓഫ് ഒബ്ബറമേ ഫെഡൈ. ഒബ്ബറമേ ഫെഡൈൻ്റെ യഥാർത്ഥ പ്രൊണൗൺസിയേഷൻ നോക്കണം. അപ്പം ഇംഗ്ലീഷ് ദ അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് എന്നാണ്. അതായത് ഇൻ ദ കേസ് ഓഫ് ഒബ്രൈ ഫെഡൈ ദ ലോ എംബോസസ് അപ്പോൺ ദ പാർട്ടീസ് ദ ഡ്യൂട്ടി ഓഫ് മേക്കിംഗ് എ ട്രൂ ആൻഡ് എ ഫുൾ ഡിസ്ക്ലോഷർ ഓഫ് ഓൾ മെറ്റീരിയൽ ഫാക്ട്സ്. അത് ചില കോൺട്രാക്റ്റുകളിൽ 2 പാർട്ടികളും 2 ഭാഗം ഫുൾ ഡിസ്ക്ലോഷർ ചെയ്യണം അറ്റ് ദ ടൈം ഓഫ് ദ ഫോർമേഷൻ, അതിന് രൂപീകരണ സമയത്ത്. അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ അത് അവർക്ക് ലേറ്റർ ഫ്യൂച്ചറിൽ അതൊരു പ്രശ്നമാവും. അത്തരത്തിലുള്ള കോൺട്രാക്റ്റുകളുണ്ട്. ഒന്നാമത് പറയുന്നത് കോൺട്രാക്റ്റ് ഓഫ് ഇൻഷുറൻസ്. നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അത് അവരാരോടെ പറയണം. അത് പറയാതെ നമ്മൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനി അത് അറിയണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പം ക്ലെയിം തരില്ല. അപ്പോൾ അവിടെ സൈലൻ്റ് എന്തായിരിക്കും? പ്രശ്നമായിരിക്കും നമ്മൾക്ക്. മാരേജ്, പാർട്ണർഷിപ്പ്, സെയിൽ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, ഇങ്ങനത്തെ കേസുകളിലൊക്കെ നമ്മളൊരാൾ ഒരു സാധനം നമുക്ക് വിൽക്കുകയാണ്. ആ വിൽക്കുകയാണെങ്കിൽ ആ വിൽക്കുന്ന പ്രൊഡക്റ്റിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ട് നമ്മളോട് പറഞ്ഞിട്ടില്ല, അയാൾ സൈലൻ്റ് ആകുകയാണെങ്കിൽ അത് ഫ്രോഡാണ്. നമ്മൾ കുതിരേനെ വെക്കുന്ന കേസ് ഇപ്പോൾ ഫ്രോഡ് തന്നെയാണ്. ഓക്കെ, അത് കോവേറ്റ് എംറ്റർ എന്ന് പറയുന്ന റൂളാണ് രക്ഷപ്പെടുത്തിയത്. ഇപ്പോൾ ആ റൂള് മാറിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ്. നമ്മൾ അൺഡ്യൂ ഇൻഫ്ലുവൻസ് പറഞ്ഞൊരു കാര്യമാണത്. ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് വേർ വൺ പാർട്ടി reposes the trust and confidence in the other party, such other party must reveal the truth. അത് നമ്മളെ വിശ്വസിച്ചുകൊണ്ട് ഒരാളൊരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട്. അതായത് പ്രിൻസിപ്പൽ ഏജൻറ്റ്, ഒരു വ്യക്തി എ എന്ന് പറയുന്ന വ്യക്തി ബിയുടെ ഏജൻ്റ് ആണെങ്കിൽ അദ്ദേഹം നടത്തുന്ന എല്ലാ ഡീലിങ്സിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പാളോട് അദ്ദേഹം ചെയ്യണം, ഡിസ്ക്ലോസ് ചെയ്യണം. അല്ലെങ്കിൽ ഏജൻറ്റ് ചെയ്യുന്ന പ്രവർത്തിക്ക് ആര് ഉത്തരവാദിയാകില്ല? പ്രിൻസിപ്പൾ ഉത്തരവാദിയാകില്ല. അപ്പോൾ അവിടെ സൈലൻസും ഇതിന് തുല്യമാണ്, ഫ്രോഡിന് തുല്യമാണ്. അപ്പോൾ അതുതന്നെ ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ബിറ്റ്വീൻ പാരൻ്റ് ആൻഡ് ചിൽഡ്രൻ. നമുക്കറിയാമല്ലേ, ട്രസ്റ്റി ആൻഡ് ബെനിഫിഷ്യറി. ഓക്കെ, ഇനി 2ാമത്തെ പോയിൻ്റാണ് നമ്മൾ പറയാൻ പോകുന്നത്. 1ാമത്തെ പോയിന്റിൽ നമ്മൾ സംസാരിക്കണമെന്ന് നിർബന്ധിപ്പിക്കുന്ന 2 കോൺട്രാക്റ്റുകളാണ് കോൺട്രാക്റ്റ് ഓഫ് ഒബ്ബറമേ ഫിഡയും ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ്. ഇനി 2ാമത് പറയുന്നത് സൈലൻസ് ഇൻ ഇറ്റ് സെൽഫ് വിൽ ബി ഈക്വലൻ്റ് ടു സ്പീച്ച്. ചില സ്ഥലത്ത് നമ്മൾ സൈലൻ്റ് ആയാലും അതെന്തിനു തുല്യമാണ്? സംസാരിക്കുന്നതിന് തുല്യമാണ്. സംടൈംസ് സൈലൻസ് ഈക്വലൻ്റ് ടു സ്പീച്ച്. ഇൻ സച്ച് കേസസ് സൈലൻസ് ഓഫ് എ പേഴ്സൺ എമൗണ്ട്സ് ടു ഫ്രോഡ്. അപ്പോൾ ചില സ്ഥലത്ത് നമ്മൾ സംസാരിച്ചേ പറ്റും, അവിടെ നമ്മൾ മിണ്ടാതിരിക്കരുത്. മിണ്ടാതിരുന്നാൽ അതെന്തിനു തുല്യമായി? ഫ്രോഡിന് തുല്യമായി, ഫ്രോഡിസം കാട്ടിയതിന് തുല്യമായി. ഉദാഹരണത്തിന് അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു കൊലപാതകം ചെയ്യാൻ ചില ആളുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഒരു വ്യക്തിയെ കൊല്ലാൻ. നമ്മളത് കേട്ടിട്ട് ഇന്ന ആൾ ഇന്ന ദിവസം കൊല്ലപ്പെടും നമ്മൾക്കറിയാം. പക്ഷെ നമ്മളത് പറയാതെ മിണ്ടാതിരിക്കുകയാണ്, അവിടെ സൈലൻ്റ് ആയിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ അയാൾ കൊല്ലപ്പെട്ടു. പിന്നെ ലേറ്റർ നമ്മൾ വന്നിട്ട് പറയുകയാണ്, അയാളെ കൊല്ലുന്ന വിവരം എനിക്കറിയാമായിരുന്നു, അവർ എന്നെ കൊല്ലുമെന്ന് പേടിച്ചിട്ടാണ് ഞാൻ മിണ്ടാതിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫ്രോഡിസമാണ്. അത് ഇന്ത്യയിലൊരു സംഭവമുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കേസാണ്. നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടപ്പോൾ ഇന്ദിരാഗാന്ധിനെ കൊല്ലുന്നതിന് മുമ്പ് ആ ഗൂഢാലോചന അറിഞ്ഞൊരാളുണ്ടായിരുന്നു. പക്ഷെ അയാൾ ഇതേമാതിരി തന്നെ കൊല്ലാൻ പ്ലാനിട്ട ആളുകൾ
ഇത് ഇയാൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇയാളെ കൊള്ളുമെന്ന് പേടിച്ചിട്ട് ഇയാൾ മിണ്ടാതിരുന്നു. പക്ഷേ ഇയാളെ അന്വേഷണത്തിൽ ഇയാളെ രഹസ്യം അറിയാമാണെന്ന് കണ്ടെത്തി ഇയാൾ ശിക്ഷിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ചില കേസുകൾ സൈലൻ്റ് ആയി കഴിഞ്ഞാൽ അതൊരു ഫ്രോഡായിട്ട് കൂട്ടും. അപ്പോൾ ഫ്രോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം ഒരാളെ ഒരു പ്രവൃത്തി ചെയ്യാൻ അയാളെ മനഃപൂർവ്വം ചതിക്കുന്നതിനെയാണ് നമ്മൾ ഫ്രോഡ് എന്ന് പറയുക. പിന്നെ ഫ്രോഡിൻ്റെ ലീഗൽ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളെ മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ ഫ്രോഡല്ല എന്ന് പറയുന്നൊരു കേസുണ്ട്. ആ കേസിനെ സഹായിക്കുന്നത് കാവേറ്റ് എംറ്റർ എന്ന് പറയുന്ന റൂളാണ്. കുതിരേനെ വെക്കുന്നത് കുതിരയ്ക്ക് കംപ്ലൈൻ്റ് ആണെന്ന് അറിഞ്ഞിട്ട് പോലും കുതിരേനെ വെക്കുന്നു. അവിടെ പറയുന്ന റൂള് അയാളെ വിൽക്കുന്ന ആളെ സഹായിക്കുന്നത് വാങ്ങുന്ന ആളെ നോക്കണം എന്ന് പറയുന്നൊരു റൂൾ ഉള്ളത് കൊണ്ടാണ്. ഇന്ന് പ്രസൻറ്റിൽ അങ്ങനത്തെ ഒരു റൂൾ ഇല്ല ഇന്ത്യയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ വിൽക്കുന്ന ആൾ തന്നെ എല്ലാം പറഞ്ഞു കൊടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെ പഠിച്ചു? അതായത് കൊയേഷൻ പഠിച്ചു, അൺഡ്യൂ ഇൻഫ്ലുവൻസ് പഠിച്ചു. കൊയേഷന്, അൺഡ്യൂ ഇൻഫ്ലുവൻസ് ആൻഡ് ഫ്രോഡ് 3 കാര്യങ്ങൾ പറഞ്ഞു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് മിസ് റെപ്രസെൻറ്റേഷനും മിസ്റ്റേക്കും പഠിക്കാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.